വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കഴുകി ഉണക്കിയ എംസാൻഡിൽ വെച്ച കോളിയസ് ചെടികളെ കാണാം. നല്ല തിക്കായി വളർന്നിരിക്കുന്നുണ്ടോ. കെമിക്കലൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം കേട്ടോ എംസാൻഡ് ചെടിച്ചട്ടിയിലിടാൻ, ഇല്ലെങ്കിൽ ചെടികളൊക്കെ നാശമായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എംസാൻഡിൽ കുറച്ച് കൂർക്കച്ചെടികൾ നട്ടു വയ്ക്കാം. കുറച്ച് എംസാൻഡ് വാരി വരാം. ചാണകപ്പൊടി ഉണ്ട്, കമ്പോസ്റ്റ് ഉണ്ട്, മണ്ണുണ്ട്, മിക്സ് ഉണ്ട്. ഇത് എംസാൻഡ് 1:1:1 വെച്ച് നമുക്ക് റേഷ്യോയിൽ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ കൂർക്കച്ചെടികൾ. ചാക്കിൽ വെച്ചതാണ്. ഇതൊന്ന് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ അടുത്ത പോട്ടിംഗ് മിക്സിൽ വെക്കാൻ പോണത്. ഇത് പൊട്ടിച്ചാലും ഇത് നന്നായി ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ പോട്ടിംഗ് മിക്സിൽ വെക്കുന്നത്. ഇത് ചകിരി ട്രീറ്റ് ചെയ്ത് വെച്ചാണ്, വെള്ളം കഴുകി നല്ല ഭംഗിയാക്കി വെച്ചാണ്. അടിയിൽ കുറച്ച് ചകിരി ഇട്ടിട്ട് എംസാൻഡ് കുറച്ച് അടിയിലിട്ട് എംസാൻഡ് മിക്സ് ചെയ്യാണ് കേട്ടോ. എംസാൻഡും ചാണകപ്പൊടി മണ്ണും 1:1:1 മിക്സ് ചെയ്തത്. കമ്പോസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിൽ വെക്കാൻ പോവുകയാണ്. വേരിപ്പം ചെറിയ കഷ്ണം വെച്ചാൽ മതി. ചെറിയൊരു കുഴി ഉണ്ടാക്കി സൂക്ഷിക്കാണ്. ഇനി കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുമാതിരി ഇനി വലുതാവുമ്പോൾ ഈ ചെടി ചാക്കിൽ ഫുള്ളാക്കണം. ചുറ്റി വയ്ക്കണം. മണി പ്ലാന്റ് വെച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ച് ഒരാഴ്ച ഈ തണലത്ത് തന്നെ വെക്കണം. അത് കഴിഞ്ഞ് നല്ല സൺലൈറ്റ് വളരട്ടെ. നമ്മുടെ കൂർക്കച്ചെടികൾ ഒരാഴ്ച തണലത്ത് വയ്ക്കും. അത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവയ്ക്കും. നമ്മൾ 1 വർഷം കഴിഞ്ഞാൽ ഒരു ചാക്ക് നിറച്ച് കൂർക്കകൾ പറിച്ചെടുക്കാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.